അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വാഴ 2-ൻ്റെ ട്രെയിലർ റിയാക്ഷന് വേണ്ടിയാണ്. നമ്മൾ വാഴ ഫസ്റ്റിൻ്റെ ട്രെയിലർ റിയാക്ഷനും റിവ്യൂ നമ്മൾ ട്രെയിലർ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് രണ്ടും നമ്മൾ റിവ്യൂ ഇവിടെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനൊരു ഓർമ്മപ്പെടുത്തുന്ന രീതി അതല്ല, നമ്മുടെ വിശാൽ മോഹൻദാസിന് എത്താൻ സാധിച്ചില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വെച്ച് കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണേണ്ടി വരും. അടുത്ത ആഴ്ച പുള്ളി എത്തും. അപ്പോൾ നമുക്ക് വീണ്ടും ബാക്ക് ടു പുള്ളിയുടെ പഴയ സോണിലേക്ക് എത്താം. അതെ, വിശാൽ മോഹൻദാസ് ഫാൻസിന് അല്ലേ അതായത് കണ്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ വാഴ 2-ൻ്റെ ട്രെയിലർ കാണാം. നമുക്ക് പ്രയോഗത്തിന് ശേഷം ഗോൾഡ് അല്ലേ? ഇനി വേല അവന്മാരുടെ കൂടെ ഉള്ള കൂട്ടുകാരല്ല വേറെ പണികളൊന്നും വരായിരുന്നോ? അമീനണ്ണി മോഹൻലാലുണ്ടല്ലോ. ചേട്ടനാരാന്നറിയൂ? കൂട്ടുകാരനാരാന്നറിയൂ? മൊത്തം കുഴപ്പമാണല്ലോടാ. കേക്കണ്ടാ ബ്രോ? ജോയിന്റ് പിള്ളേര് വല്ലാണ്ട് വളർത്തുന്നു. ഇത്തിരി ലഹരിയൊക്കെ ഒന്ന് നോക്കട്ടെ. നൊസ്റ്റാൾജിയ. പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും. പുറത്തിറങ്ങാനും കറങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്നാണ്. റൊമാൻസിൻ്റെ കഥയായിരിക്കും. അതെ അല്ല, അതായത് മറ്റേ ഈ വാഴയുടേത് ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് ആയിരുന്നു. ഇത് ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് ആണ്. പിന്നെ നമ്മൾ ഈ ആഷിറിൻ്റെയും ടീമിനെയൊക്കെ ഇങ്ങനെ ഒരു കുറച്ച് ഇമോഷണൽ സീനിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ കുറച്ച് ഫൺ സാധനമല്ലേ. അപ്പോൾ വാഴ ഇങ്ങനെ തന്നെ, അതായത് പടത്തിൻ്റെ ഒരു ഇനിഷ്യൽ കുറേ നേരം കുറച്ച് ഹ്യൂമറും പരിപാടി, അതിന് ശേഷം പടം സീരിയസ് ആയി പിന്നെ ഒരു ഭയങ്കര ഇമോഷണൽ ആ ലൈനിൽ തന്നെ പോയി അവസാനിക്കുകയാണ്. അത് നല്ലതായിട്ട് നമുക്ക് കണക്റ്റ് ആവുന്നൊരു പടമായിരുന്നു വാഴ. സോ ഇതും എനിക്ക് തോന്നുന്നു നമുക്ക് വർക്കാവുന്ന ടൈപ്പ് ഓഫ് പടമാണ് എന്ന് തോന്നുന്നു. പിന്നെ ഈ പല ആർട്ടിസ്റ്റുകളുടെയും ഇപ്പം നമ്മുടെ അൽഫോൺസ് പുത്രൻ്റെ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഫണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ലൈക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പടത്തിനും ഭയങ്കര ഈ ക്യാരക്ടർ വൈസ് തന്നെ കുറച്ചധികം സിമിലാരിറ്റീസ് ഉണ്ട്. ഇങ്ങനെ അവരെ പോലുള്ള ആൾ ഇവിടെ വരുന്നു എന്നുള്ള സംഭവം. പിന്നെ അതുപോലെ ഈ അച്ഛന്മാരുടെ ക്യാരക്ടർ, അതിൽ ബിജുക്കുട്ടൻ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ അധികം കാണാത്ത അച്ഛൻ വേഷം ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇമോഷണലി അപ്പോൾ പുള്ളിയുടെ സംഭവം കുറേ എനിക്ക് തോന്നുന്നു ഈ ഫണ്ണും ഈ ഇമോഷണൽ എലമെൻറ്റും കുറച്ച് നന്നായിട്ട് പുള്ളിയെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് പുള്ളിക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ വാഴ 2 നമ്മൾ ഫസ്റ്റ് ഷോ കാണുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഇത് കാണണം. ഇതിൻ്റെ ഈ ഡയറക്ടർ നമ്മുടെ വിശാലേട്ടന് പരിചയമുണ്ട്. എൻ്റെ ഡയറക്ടർ പുള്ളി അതിങ്ങനെ പറയുന്നുണ്ട്. സവിൻ സായ എന്നാണോ സവിൻ എസ് എന്നാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിയെ വിശാലേട്ടന് പരിചയമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം സോ നമ്മൾ വാഴ 2 കാണുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഫസ്റ്റ് ഷോ പടം കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റർ അറിയാലോ, വിപിൻ ദാസിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും ഫുൾ പരിപാടി നടക്കുന്നത്. ഫസ്റ്റ് പടത്തിലുണ്ടല്ലോ ഫ്ലാഷ് ബാക്കും പിന്നെ അവരുടെ പ്രസന്റ് ടൈമൊക്കെ ആയിരിക്കണം തോന്നുന്നു എല്ലാവരും പല. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ദേവരാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരെല്ലാം ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുന്നത് നല്ല ടീംസ്. അവർ യുറേക്ക സ്റ്റോറീസ് അത് അവർ പിന്നെ അമീനും ടീമിനെ എല്ലാവരെയും അറിയാലോ. അവരൊക്കെ ഓൾറെഡി കുറച്ച് പടത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അമീനും അത്യാവശ്യം ഇപ്പോൾ 2-3 പടത്തിൽ നല്ല. ഇപ്പോൾ ഡെർബിയൊക്കെ അതിലൊക്കെ പുള്ളി മീനാണെന്ന് തോന്നുന്നു. ഒരു സാധനമുണ്ട്, എൻ്റെ വാഴ പണ്ടിനകത്ത് ഇവന്മാരും മറ്റേ ദൃശ്യം കാണാൻ പോകുന്ന സീനായിരുന്നു. അതിനകത്ത് ലൂസിഫർ കാണിച്ചേക്കുന്നത്. അപ്പോൾ അവർ ഇയർ ഗ്യാപ്പ് കാണിക്കണേ. മനസ്സിലായി. അപ്പോൾ വാഴ 2 FTFS.